ഹലോ ഗായ്സ്, അപ്പം ബി ഹോട്ടലാണ് രാവിലെ വീക്കിലി ടാസ്ക്. ഇന്നത്തെ ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് എന്ന് പറഞ്ഞാൽ ബി ഹോട്ടലാണ്. അപ്പോൾ ബി ഹോട്ടലിൽ എല്ലാവർക്കും യൂണിഫോമൊക്കെ കൊടുത്തു. ജനറൽ മാനേജറായിട്ട് ലക്ഷ്മിയാണ്, മാനേജറായിട്ട് അനുമോൾ, 2 അസിസ്റ്റൻറ്റ് മാനേജർ അക്ബർ ആൻഡ് റെന ഫത്തിമ. അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് 2 പേര്, അനീഷ് ആൻഡ് ഷാനവാസ്. ഒരു ഡോക്ടറായിട്ട് ഹോട്ടലിൽ ഒരു ഡോക്ടറുണ്ട്, അത് നിവിനാണ്. അതുപോലെ കിച്ചണിലേക്ക് മെയിൻ ഷെഫ് എന്ന് പറയുന്നത് ബിന്നിയാണ്. ബിന്നി ഒന്നും ബിന്നൊന്നും ചെയ്യത്തില്ല, പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും. 2 അസിസ്റ്റൻറ്റ് ഷെഫ് എന്ന് പറയുന്നത് ജിഷിനും ഒനിയലുമാണ്. അതുപോലെ തന്നെ ബാത്റൂം നോക്കുന്നത് നൂറയും അഭിലാഷുമാണ്. ആദിലയ്ക്ക് ഈ ഹോട്ടൽ മുതലാളിയുടെ മകളാണ്. പക്ഷേ അവർക്ക് അധികാരങ്ങളൊന്നുമില്ല. അവരിങ്ങനെ ദൂർത്തടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്ന ഒരു പ്രകൃതമാണ്. അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു ബോയ് ഫ്രണ്ടുമായിട്ടാണ് അവർ വരുന്നത്. ആ ബോയ് ഫ്രണ്ടായിട്ട് ആര്യനാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, വേറെ സെക്യൂരിറ്റി ഓഫീസറായിട്ട് ജിസേലാണ്. അപ്പോൾ ഇത്രയും ഒരു ഹോട്ടൽ ജീവനക്കാരാണുള്ളത്. അപ്പോൾ ജനറൽ മാനേജർ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടത് മാനേജർ അനുമോളാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അനുമോൾക്ക് അസിസ്റ്റൻറ്റ് മാനേജർമാരെ കൊണ്ടാണ് ജോലി ചെയ്യിപ്പിക്കാൻ അവരുടെ അടുത്ത് പറയുക. അവർ മറ്റുള്ളവരുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നു നോക്കുക. ഇതൊക്കെയാണ് അവരിത്. പക്ഷേ രാവിലെ തന്നെ ടാസ്കുകളൊക്കെ ഇവർ കുളവാക്കി കളഞ്ഞ്. ഇവർക്കൊന്നും എന്താണ് ഈ ടാസ്ക് എന്ന് പോലും അറിയത്തില്ല. കഴിഞ്ഞ എല്ലാ സീസണിലെയും ബിഗ് ബോസിൻ്റെ ഏറ്റവും ക്ലാസിക് ടാസ്ക് എന്ന് പറയുന്നത് ബി ഹോട്ടലാണ്. അതൊരു ഇതില്ലാതെ അവർ കുളമാക്കി കൈ കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം തന്നെ ബിഗ് ബോസ് ഒരുപാട് പ്രാവശ്യം അനൗൺസ് ചെയ്തു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിലൊരു പ്രതിമയുണ്ട്. പ്രതിമയായിട്ട് പിന്നെ സാബുമാനാണ്. സാബുമാൻ്റെ കയ്യിൽ ഒരു ചെങ്കോലുണ്ട്. അത് സാബുമാൻ ആകപ്പെടെ 5 മിനിറ്റ് അവിടെ നിന്നുകൊണ്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു സംഭവം കിട്ടത്തുള്ളൂ. അപ്പോഴത്തെ ചെങ്കോല് സൂക്ഷിക്കേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും മാനേജരാണ്. എന്തായാലും ചെങ്കോലിനകത്ത് എന്തോ ഒരു പവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ഇവർക്ക് ഈ ടാസ്കിനെ കുറിച്ചോ ഇവർക്കതൊന്നും മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് ഒരുപാട് പ്രാവശ്യം അനൗൺസ് ചെയ്തു. എന്തായാലും 2 അതിഥികളാണ് വന്നത്, ഷിയാസും ശോഭ വിശ്വനാഥുമാണ്. രണ്ടുപേരും അത്ര അവർക്കും ടാസ്ക് മനസ്സിലായോ എന്ന് നമുക്ക് കണ്ടപ്പോൾ നമുക്ക് തന്നെ തോന്നി, ഇവർക്കും ടാസ്ക് മനസ്സിലായില്ലേ. എന്തായാലും ടാസ്ക് കുറേ നേരത്തേക്ക് എന്താ പറയുക, ശോകം നമുക്ക് പ്രാന്ത് പിടിക്കുന്നു. ഒരു തരത്തിലും ഇവർ ടാസ്ക് കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഇവരെല്ലാവരും ശോഭയുടെയും ഷിയാസിൻ്റെയും പുറമേ നടക്കുന്നത്. ഓരോരുത്തർക്കും ബിഗ് ബോസ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഡ്യൂട്ടി ചെയ്യൂ. ഗസ്റ്റുകളാണ് ഇത്. ഈ ഗസ്റ്റുകൾ അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഹോട്ടലിൻ്റെ സെക്യൂരിറ്റിയാണ്. ഞങ്ങൾക്ക് സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞപ്പോൾ ജിസേലിനെ അനുമോൾ അവിടെ കൊണ്ടുവന്ന് സെക്യൂരിറ്റി ആക്കി വെച്ചു. പിന്നെ അവരുടെ ശോഭയുടെ സെക്യൂരിറ്റി ആക്കി വെച്ചു. അങ്ങനെ എന്താ പറയുക, ഒന്നും അറിയാൻ മേലാതെ പൊട്ടത്തരം കാണിക്കുമായിരുന്നു. ഒരുപാട് പ്രാവശ്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത്. ഗസ്റ്റുകൾ ആരാന്ന് വെച്ചാൽ അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും, അല്ലെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ അത് ഇങ്ങനെ അവരുടെ പുറകെ നടക്കണ്ടെന്ന്. അതിനുശേഷം പിന്നെയും ബിഗ് ബോസ് മടുത്തിട്ട് ലക്ഷ്മീനെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്മി ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ലക്ഷ്മി ഒന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കത്തുള്ളൂ. മറ്റേത് ലക്ഷ്മി വന്നപ്പോൾ തന്നെ ശോഭ പറഞ്ഞു, ലക്ഷ്മി പോയി നിങ്ങൾ കുളിച്ചില്ലല്ലോ, ഇവിടെ ഭയങ്കര സ്മെല്ലടിക്കുന്നു. അപ്പോൾ ലക്ഷ്മി അനുമോൾ പെട്ടെന്ന് അനുമോളുടെ അടുത്ത് പറയാം, ഇവർ പോയി കുളിക്കാൻ പറയാൻ. ഒരു ജനറൽ മാനേജറാണ്, എന്താണ് പറയേണ്ടത്? ജനറൽ മാനേജർ തിരിച്ചു പറയണം, ഗസ്റ്റ് ഓക്കെ നിങ്ങളവിടെ, അല്ലെങ്കിൽ ജനറൽ മാനേജർ വരേണ്ട പോലും കാര്യമില്ല, വെൽക്കം ചെയ്തിട്ട് അപ്പോഴേ പോയി അവരവരുടെ ചെയറിലിരിക്കുക. ബാക്കിയുള്ളൊരു കാര്യമാണ് ഞാൻ കുളിക്കുന്ന കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട മാഡം, നിങ്ങൾ ഹോട്ടലിലെ ഗസ്റ്റാണ്, ബാക്കിയുള്ള നിങ്ങളുടെ ഫെസിലിറ്റീസുകളൊക്കെ ഓക്കെ ആണോ നോക്കിയാൽ മതി എന്ന് ജനറൽ മാനേജർക്ക് പറയാം. അപ്പോൾ ഇതല്ലാതെ ലക്ഷ്മിയും അനുവും എല്ലാം ഇവരെ പുറകെ നടക്കുന്നു. അതിനുശേഷം ഈ അനീഷിൻ്റെ മുഖത്തൊക്കെ അവർ മേക്കപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ജിസേലിനോട് പറയുന്നു. അനീഷിൻ്റെ പുരുകമൊക്കെ വരച്ച് ഒരുമാതിരി ആൾക്കാർ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുമല്ലോ, അതുപോലെ ചെയ്യിപ്പിച്ചു. പിന്നെ അതിനുശേഷം അനുമോളുടെ ബെഡിൽ അവർക്ക് കിടക്കണം. അവർക്ക് നേരെ കാണുന്ന 2 ബെഡ് ക്ലീൻ ചെയ്ത് വെച്ചു. പക്ഷേ അവർക്ക് അനുമോളുടെ ബെഡിൽ കിടക്കണമെന്ന് പറഞ്ഞു. അനുമോളുടെ സാധനങ്ങളെല്ലാം പറക്കി മാറ്റാൻ പറഞ്ഞു. പിന്നെ അനുമോൾ സാധനങ്ങളെല്ലാം പല പല കവറുകളിലാക്കി അക്ബറിൻ്റെയും ആരുടെയൊക്കെയോ പിന്നെ ഷെൽഫിനകത്ത് കയറ്റി, ബിന്നിയുടെ ഒക്കെ ഷെൽഫിനകത്ത് കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ജിസേലിൻ്റെയും ആരിൻ്റെയും ഡ്രോയർ മാറ്റി കൊടുക്കാൻ പറയുന്നിട്ടു. അവർക്ക് കുറേ പെട്ടികളുണ്ട്, അപ്പോൾ അവർക്ക് പെട്ടെന്ന് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതും മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനൊക്കെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കിച്ചൻ്റെ ആൾക്കാർ ചുമ്മാ കിടന്നങ്ങ്, ഞങ്ങൾക്ക് ഈ പാത്രം കഴുകാൻ ആളിനെ വേണം. കിച്ചണിന് 3 പേരെയാണ് കൊടുത്തത്. അത് ഒനിയൽ, അതുപോലെ തന്നെ നമ്മുടെ ജിഷിൻ, ബിന്നിയായിരുന്നു. അപ്പോൾ ഇവർ തന്നെ പാത്രം കഴുകണം, കാരണം പ്രത്യേകിച്ച് വെസൽ ടീമൊന്നും ഇല്ലല്ലോ. പിന്നെ ഹൗസ് കീപ്പിംഗുകാർ സഹായത്തിന് വിളിക്കാം.
അത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഹൗസ് കീപ്പിംഗുകാർ ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ അവർ ഹെൽപ്പിന് ചെല്ലാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ആര്യൻ പിന്നെ ശോഭയുടെ സാരി തുമ്പത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണമായിരുന്നു. ശോഭ ആര്യൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ സാരിയുടെ തുമ്പ് പിടിച്ചോളാം, താഴെ വീണാൽ എഴയാതെന്ന്. അങ്ങനെ ആര്യൻ ജിസേലിൻ്റെ സാരിത്തുമ്പ് പിടിക്കുന്ന ആര്യനെ കൊണ്ട് ശോഭ സാരിത്തുമ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഉള്ളത് പറയല്ല, അത് മാത്രമേ എനിക്ക് അതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും പിന്നെ അക്ബറും അസിസ്റ്റൻറ്റ് മാനേജർ അക്ബർ റെന ഫാത്തിമ ഞാൻ പറഞ്ഞല്ലോ. എല്ലാവരും എൻ്റെ അനുവൊക്കെ ആണെങ്കിൽ അനുവിനൊന്നും ഈ കളി എന്താണെന്നൊന്നും അറിയത്തേ ഇല്ല. ചുമ്മാ കിടന്ന് ഓടി നടന്ന് അവരുടെ കൂടെ കിടന്ന് പണിയുന്നു എല്ലാവരുടെയും. എന്നാൽ ഇവരെ കൊണ്ട് പണിയിക്കണം. അസിസ്റ്റൻറ്റ് മാനേജേഴ്സിൻ്റെ അടുത്ത് പറയണം. പിന്നെ 2 പേര് അക്ബറും റെനയുമാണ്. എന്നിട്ട് ഈ ആര്യനാണെങ്കിൽ കൊടുക്കാനുള്ള ബൊക്ക പിടിച്ചു വാങ്ങിക്കുന്നു. അപ്പോൾ അനു ആണെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കാൻ നോക്കുന്നു. ആദില അവളുടെ കയ്യിൽ നിന്ന് അനുവിൻ്റെ കയ്യിൽ നിന്ന് ബൊക്ക പിടിച്ചു വാങ്ങിക്കുന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അക്ബറിൻ്റെ അടുത്ത് പറയുക, അസിസ്റ്റൻറ്റ് മാനേജർ നിങ്ങൾ ഇവരെ കയ്യിൽ നിന്ന് ബൊക്ക പിടിച്ച് വാങ്ങിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്യുമല്ലോ. അവൾ മാനേജറല്ലേ, ഇപ്പോൾ മാനേജർ അസിസ്റ്റൻറ്റ് മാനേജറെ കൊണ്ട് ചെയ്യിക്കണം. അസിസ്റ്റൻറ്റ് മാനേജർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് മാനേജർക്കാണ്. ഇതൊക്കെ ടാസ്ക് ലെറ്റർ അടിപൊളിയായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതെല്ലാം അവർ മറന്നുപോയി. അവർ ഈ ഗസ്റ്റുകൾ വന്നപ്പോൾ അവരുടെ പുറകെ നടന്ന് ഓരോന്ന് ചെയ്തു കൊടുക്കാൻ തോന്നുന്നു. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് മറന്നുപോയി. അങ്ങനെ ഈ ടാസ്ക് ഒരു തരത്തിലല്ല വേറെ തരത്തിൽ കൊളാക്കിയെന്ന് തന്നെ പറയാം. എന്തായാലും ആദ്യത്തെ പ്രാവശ്യം പെട്ടെന്ന് തന്നെ 10 കോയിനായിരുന്നു. അപ്പം ഈ ജോലി ചെയ്യുന്നതനുസരിച്ചാണ് കോയിൻ കൊടുക്കേണ്ടത്. ലക്ഷ്മി അടുത്ത് പറഞ്ഞു അവർക്ക് ഇഷ്ടമുള്ളവർ കോയിൻ കൊടുക്കാമെന്ന്. പക്ഷേ ലക്ഷ്മി എന്തോ എന്നിട്ട് മറ്റേ ഈ ഗസ്റ്റുകൾ റിവ്യൂ ആണ് പറയേണ്ടത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് റിവ്യൂ പറയണം. അവർ റിവ്യൂ പറയാതെ ഇന്നവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി അതങ്ങ് അംഗീകരിച്ചു. ഓരോരുത്തർക്ക് കൊടുക്കാൻ പറഞ്ഞവർക്കൊക്കെ കൊടുത്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർ റിവ്യൂ പറഞ്ഞു. മാഡം അപ്പോൾ എന്താ പറയേണ്ടത്? ലക്ഷ്മി പറഞ്ഞു, മാഡം സാർ ഈ ടീം എങ്ങനെയുണ്ടായിരുന്നു, കിച്ചൺ ടീം എങ്ങനെയുണ്ടായിരുന്നു, കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, നീറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇതൊക്കെ ചോദിക്കുക. അതെനിക്ക് ബാത്റൂം ഏരിയയിലുള്ള ആൾക്കാരുടെ കാര്യം ചോദിക്കുമ്പോൾ ബാത്റൂമൊക്കെ ക്ലീൻ ആയിരുന്നല്ലോ എന്ന് ചോദിക്കുക. ഇതാണ് റിവ്യൂ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇവർ നല്ലതായിരുന്നു അവർക്ക് കോയിൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനറൽ മാനേജർ അംഗീകരിക്കേണ്ട കാര്യമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് വിളിച്ചു പറയുന്നത് എവിടെ ആര് കേൾക്കാനെന്ന് ഞാൻ ഒരു വിവരവും ഇല്ല. കാരണം ബിഗ് ബോസ് ഷോ മുഴുവൻ കണ്ട ആൾക്കാരെ അല്ല ഇവർ. ഈ BB ഹോട്ടൽ എന്താണെന്നറിയില്ല, ഇതിൻ്റെ ടാസ്ക് എങ്ങനെ ഇത് നടത്തിക്കേണ്ടതെന്നറിയില്ല, ഈ ടാസ്ക് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ചുമ്മാ എന്തു പറയുന്നത്. എനിക്കത് സത്യം പറഞ്ഞാൽ കുറേ കണ്ടപ്പോൾ എനിക്ക് പ്രാന്തായിട്ട് ഞാൻ കളഞ്ഞു. അതാണ് നേരത്തെ ഞാൻ എടുത്തു വെച്ചിരുന്ന സാധനം. പക്ഷെ എന്നിട്ട് എനിക്ക് വീഡിയോ ഇടാൻ തോന്നിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ഷൂട്ടിങ്ങിന് പോയിട്ട് ഞാൻ വന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള ഈ ലൈവിൻ്റെ റിവ്യൂ അടിച്ച് നോക്കി, ലൈവ് ബാക്ക് അടിച്ച് നോക്കിയപ്പോൾ കുറേ ആര്യൻ ഇങ്ങനെ സാരി പിടിച്ചുണ്ടാക്കുന്നത്. ഇങ്ങനെ ഇത് അതേ കണക്ക് തന്നെ ഇവർ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നു. ഡ്രസ്സുകൾ പുറത്ത് കഴുകിയിട്ട ഡ്രസ്സുകൾ, ഇവരെ ജോലിക്കാരുടെ ഡ്രസ്സുകളെന്ന് പറഞ്ഞാൽ അവർ ആ ഡ്രസ്സുകളെല്ലാം എടുത്ത് മാറ്റിക്കുന്നു. അപ്പോൾ ഇവർ ജോലിക്കാരുടെ ഗസ്റ്റ്, ഒരു ഹോട്ടലിൽ ജോലിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഗസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ എന്തിനാണ് ഹോട്ടൽ ജീവനക്കാരുടെ ഡ്രസ്സ് നോക്കുന്നത്? അപ്പോൾ പറയണം നിങ്ങൾക്ക് ഇവിടെ അലൗഡ് അല്ല മാഡം, നിങ്ങൾ ഇപ്പുറത്തോട്ട് ഇത് ജീവനക്കാരുടെ ഡ്രസ്സും കാര്യങ്ങളും ഇടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവിടെ കുഴപ്പമില്ല. ഇതൊന്നും അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഈ ഡ്രസ്സെല്ലാം മാറ്റും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനുമോൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം ഓടി വന്നതെല്ലാം പറക്കി കൊണ്ട് മാറ്റുന്നു. കാരണം എങ്ങനെയാണ് ഈ ടാസ്ക്, ഇത് എന്താണ് ടാസ്ക്? കാരണം നമ്മളൊരു ഹോട്ടലിലെ ജോലിക്കാരെന്ന് പറഞ്ഞാൽ അതിനകത്ത് മാനേജറുണ്ട്, ജനറൽ മാനേജറുണ്ട്. ഇവർക്ക് അവരുടേതായ ഡ്യൂട്ടി ഉണ്ട്. അല്ലാതെ ഒരു ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റ് പറയുന്നത് കേൾക്കാനല്ല. ഗസ്റ്റിൻ്റേതായിട്ടുള്ള നമ്മൾ കൊടുക്കേണ്ട മാനേഴ്സും റെസ്പെക്റ്റും എല്ലാം ഉണ്ട്. അത് വേറെയാണ്. അവർ എന്തിനാണ് വന്നത്? അവരെന്തോ ഹോട്ടൽ മുതലാളിമാരാണ്. അവരെ അംഗീകരിക്കാൻ, അവർ പറയുന്നതെല്ലാം കേൾക്കാൻ. അവർക്ക് വേണ്ടത് കിടക്കാനുള്ള സ്ഥലം, നല്ല ഫുഡ്, ബാക്കിയുള്ള നല്ല അറ്റ്മോസ്ഫിയർ, ഇത്രയേ